ഹായ് മുത്തുമണീസ്. അപ്പോൾ ദേ ഇന്ന് ക്യാബേജ് തോരനാണ് കേട്ടോ. ചോറ് വേഗം വടിച്ചു വെച്ചു, മൊയ്തീന് ചോറ് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ രാവിലെ തന്നെ 2 കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ കായ നമ്മൾ ഉണക്കച്ചെമ്മീൻ ഇട്ടാണ് വെക്കണത് കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും പച്ചമുളക് ഇട്ട് വേവിക്കാൻ വയ്ക്കും. പിന്നെ നമ്മൾ നാളികേരം വെറുതെയാണ് അരച്ചെടുക്കുക. അതേ ചെമ്മീൻ ഞാൻ നല്ല കഴുകി വാരി വൃത്തിയാക്കിയതിന് ശേഷം ദേ വറുത്ത് ഒരുമിച്ച് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മ ആവശ്യത്തിന് എടുത്താൽ മതിയല്ലോ തലനുള്ളി. അപ്പോൾ ഞങ്ങൾ ഇതേ നാളികേരത്തിൽ ഇന്ന് ഞാൻ പുളി പിഴിഞ്ഞ ഒഴിച്ച് കായ ഇത് വെന്ത് കഴിഞ്ഞപ്പോൾ. എന്നിട്ട് ഇത് നല്ല തിളച്ച് വരുമ്പോൾ നമ്മൾ ചെമ്മീൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്, അത് അതിലേക്ക് തൂവി കൊടുത്ത് കറി വാങ്ങി വയ്ക്കും. പിന്നെ ഉള്ളി എരിഞ്ഞ് താളിക്കും കേട്ടോ. സമയം 12 മണി കഴിഞ്ഞു. ആദ്യമേക്ക് ചോറ് കൊടുക്കാൻ നേരമായി. അപ്പോൾ അതേ നമ്മൾ ചൂട്ടോടെ ചോറ് വിളമ്പി. പിന്നെ നമ്മൾ ക്യാബേജ് തോരനാണെന്ന് വെച്ചത്. പിന്നെ സബോള വഴറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വഴുതനങ്ങ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ടായി, ഉണക്കമീൻ വറുത്തതുണ്ടായി. പിന്നെ കായ ചെമ്മീനും ചാറ് വെച്ചത് ഒഴിച്ച് കഴിക്കാനായിട്ടാ. അപ്പോൾ ആദ്യമേ ഇപ്പോൾ ചോറ് കഴിക്കൽ ഇത്തിരി ബാക്കിലേക്കാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഈ ചാറൊക്കെ ഒഴിച്ചതല്ല, അപ്പോൾ അത് കൂട്ടിക്കുഴച്ച് ആദ്യം ടേസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പോയി കുറച്ച് നേരം തലവേദന എടുത്ത് കടന്ന സമയത്തിലാണ് നമ്മൾ ആളൂട്ടി സബോളയൊക്കെ റെഡിയാക്കി എടുത്തത്. ഉറക്കൊഴിച്ചിട്ട് ഇതിൽ മണിക്കൂട്ടനും ശരിക്കും ഉറങ്ങിയിട്ടുണ്ടായില്ല. ആദ്യം ഉറങ്ങിയാലും ഒരു സുഖം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദേ എല്ലാം കൂട്ടി കഴിച്ചപ്പോൾ മാഷാ അല്ലാ അൽഹംദുലില്ലാ, അള്ളാഹു എന്നും ഇതേപോലെ തന്നെ തരട്ടെ. അപ്പോൾ ദേ അത് കഴിഞ്ഞ് ഞാൻ ദാദിമയ്ക്ക് കൊടുത്തു ചോറ്. ചെറിയ ഉരുളിയ ഉരുട്ടി ഞാനൊരു 4 ഉരുള അമ്മാമ്മ ദാദിമ്മ നിർബന്ധിച്ചപ്പോൾ കഴിച്ചു. പൂച്ചക്കുട്ടന്മാർ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക്